വളരെയേറെ മതങ്ങളും ദർശനങ്ങളും വിശ്വാസങ്ങളും ഉള്ള ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. താരതമ്യേന നമ്മൾ മതങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ ഹിന്ദുമതം, ഇസ്ലാം, ക്രിസ്ത്യാനിറ്റി, ബുദ്ധമതം ഇങ്ങനെയൊക്കെയുള്ള പൊതുവെ എല്ലാവർക്കും അറിയാവുന്ന മതങ്ങളാണ് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക. എന്നാൽ ബുദ്ധമതത്തിനും അല്പം മുൻപുള്ള അന്ന് മതമായിരുന്ന ഇന്ന് മതം അല്ലാതെ ആയിരിക്കുന്ന ഒരു വിശ്വാസ സംഹിതയെക്കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മിക്കവരും കേട്ടിട്ടുള്ള ഒരു പദമായിരിക്കും താവോ എന്നുള്ളത്. TAO. ഇതൊരു ചൈനീസ് പദമാണ്. ഈ പദത്തിൻ്റെ അർത്ഥം വഴി എന്നുള്ള, ദ വേ, പാത, വഴി. എന്തിലേക്കുള്ള വഴിയാണ്? സമാധാനകരമായ ജീവിതത്തിലേക്കുള്ള വഴി എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് താവോ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായി കരുതപ്പെടുന്ന ലാവോത്സു എന്ന ചൈനീസ് ചിന്തകനാണ് ഈ പദ്ധതിയുടെ പ്രാരംഭകനും പ്രചാരകനും എന്നാണ് പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. ചരിത്രത്തേക്കാൾ കൂടുതൽ പാരമ്പര്യങ്ങളാണ് ഇതിനെ സംബന്ധിച്ചുള്ളത്. എന്താണ് താവോ? താവോയുടെ നിർവചനം തന്നെ നമ്മളെ കുഴപ്പിക്കുന്നതാണ്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ലാതെയാകുന്നതാണ് താവോ. താവോ എന്താണെന്ന് പറയുന്നവൻ അതറിയുന്നില്ല, താവോ എന്താണെന്ന് അറിയുന്നവൻ അത് പറയുന്നുമില്ല എന്നാണ് ഒരു പ്രമാണം. അപ്പോൾ ഈ പറയാൻ പോകുമ്പം തന്നെ താവോയെക്കുറിച്ചാണ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്ന ആളിന് താവോ അറിയില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞു വച്ചിരിക്കുന്നത്, ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഏകദേശമായിട്ട് താവോ എന്തിനെയൊക്കെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് പറയാം. ക്രിസ്തുവിന് മുൻപ് 6-ാം നൂറ്റാണ്ടിൽ ഇത് ആരംഭിക്കുന്ന സമയത്ത് ഇതൊരു ഏകദേശമായി മതം പോലെ ആയിരുന്നതാണ്. എന്നാൽ ഇന്നിപ്പോൾ അതൊരു ജീവിത ശൈലി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഉത്ഭവിച്ച ചൈനയിലോ ഇത് പരിശീലിക്കുന്ന ജപ്പാനിലോ മംഗോളിയയിലോ ദക്ഷിണ കൊറിയയിലോ എങ്ങും ഇതൊരു മതത്തിൻ്റെ രൂപത്തിലല്ല. പൊതുവെ ഏത് മതവിശ്വാസിക്കും പിന്തുടരാവുന്ന ആശയങ്ങൾ ഉൾപ്പെടുന്ന ഒരു വിശ്വാസ പരിചയത്തെ, ഒരു ജീവിത പ്രമാണത്തെയാണ് താവോ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. BC 6-ാം നൂറ്റാണ്ടിൽ ലാവോത്സു പറഞ്ഞു കൊടുത്ത 81 ശ്ലോകങ്ങൾ അല്ലെങ്കിൽ മന്ത്രങ്ങൾ എന്ന് വിളിക്കാവുന്ന ചെറിയ ചെറിയ കുറിപ്പുകൾ അടങ്ങിയ ദൗ ദേ ചിങ് എന്നതാണ് താവോയുടെ വിശുദ്ധ ഗ്രന്ഥമായിട്ട് അറിയപ്പെടുന്നത്. വിശുദ്ധ ഗ്രന്ഥം എന്നുള്ള പദമേ ഉള്ളൂ, അതിനങ്ങനെ ബഹുമാനമോ വിശുദ്ധിയോ യാതൊന്നുമില്ല. വളരെ ചെറിയ ആശയങ്ങൾ ജീവിതത്തിന് സന്തോഷവും സമാധാനവും തരുന്നത്, അതാണ് താവോ നമ്മളെ പരിചയപ്പെടുത്തുന്നത്. ഉദാഹരണത്തിന്, കേൾക്കാൻ എളുപ്പമുള്ളതും എന്നാൽ പരിശീലിക്കാൻ അത്രയേറെ എളുപ്പമല്ലാത്തതുമായുള്ള ചില കാര്യങ്ങളുണ്ട്. 1-2 ഉദാഹരണങ്ങൾ പറയാം. താവോ പറയുന്നു, ഈ പ്രപഞ്ചത്തിലെ യാതൊന്നും നിങ്ങളുടെ ശ്രദ്ധയോ പരിഗണനയോ ഇടപെടലോ ആവശ്യമുള്ളതല്ല. അതിങ്ങനെ ഒരു ഫ്ലോയാണ്, പ്രപഞ്ചപ്രവാഹമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നിലും ഇടപെടരുത്. മുന്നിലൊരു അനീതി കാണുന്നു എന്ന് തോന്നിയാൽ അത് അനീതിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കൊണ്ടാണ്. അങ്ങനെ അനീതിയൊന്നും പ്രപഞ്ചത്തിലില്ല. ഈ പ്രപഞ്ചം വളരെ ബാലൻസ്ഡാണ്, ജസ്റ്റാണ്. അതുകൊണ്ട് ഒന്നിലും കയറി ഇടപെടേണ്ടതില്ല. നോക്കുക, കേൾക്കാൻ എളുപ്പമുള്ളപ്പോൾ തന്നെ നമുക്കറിയാം, ഇന്ന് ഇത് കാണുന്നതിന് മുമ്പ്, ഈ ഷോ കാണുന്നതിന് 1 മണിക്കൂർ മുമ്പ് എന്തൊക്കെ കാര്യം നമ്മൾ ഇടപെട്ടിട്ടുണ്ട്, ഇല്ലേ? അത്തരം ഒരിടപെടലും ആവശ്യമില്ല. കഴിയുന്നത്ര പാസീവായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് താവോയുടെ ഒരു പ്രധാനപ്പെട്ട ചിന്ത. പ്രപഞ്ചത്തിലെ യാതൊന്നും നിങ്ങളുടെ ഇടപെടൽ അർഹിക്കുന്നില്ല. ഒരു ഉപദേശം പോലും ആർക്കും അങ്ങോട്ട് കൊടുക്കേണ്ടതില്ല. കഴിയുന്നത്ര മിനിമൽ ആയി ജീവിക്കുക. മിനിമൽ ആകുമ്പോൾ വേറൊരാൾക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം ഒരു ഡോക്ടർക്ക്, വളരെ തിരക്കുള്ള ഒരു ഡോക്ടർക്ക് ഒരു കാറ് ഒരാവശ്യമാണ്, അത്യാവശ്യം തന്നെയാണ്. എന്നാൽ ഒരു ഗ്രാമത്തിൽ എന്നും കൃഷിസ്ഥലത്ത് പോയി, അടുത്തുള്ള കൃഷിസ്ഥലത്ത് നടന്നു പോയി കൃഷി ചെയ്ത് വരുന്ന ഒരു മനുഷ്യന് ആ കാർ അത്യാവശ്യമായിരുന്നു എന്ന് വരില്ല. അപ്പോൾ നോക്കുക, ഒരു ഡോക്ടറെ സംബന്ധിച്ചുള്ള മിനിമൽ എന്നുള്ള ഒരു കാഴ്ച അതുതന്നെ ആവണം ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചുള്ള മിനിമലിസം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നോക്കുക, ലോകത്തിൽ ഒരേപോലെ 2 പേരില്ല. ഓരോരുത്തരും വ്യത്യസ്തരാണ്, ഓരോരുത്തരും ഓരോ പൂർണ്ണ വ്യക്തിത്വങ്ങളാണ്. അതുകൊണ്ട് നിങ്ങളുടെ മിനിമലിസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ശേഖരിച്ച് വയ്ക്കുക.
ഉപയോഗമില്ലാത്തതും അടുത്ത കാലത്തെങ്ങും ഉപയോഗിക്കാത്തതുമായ ഒരു കാര്യവും ശേഖരിക്കരുത്. അത് നമ്മുടെ ഈ പ്രപഞ്ച പ്രവാഹത്തെ, ഊർജത്തിൻ്റെ പ്രവാഹത്തെ തടസ്സപ്പെടുത്തും എന്നുള്ളതാണ് താവോയുടെ ഒരു വെളിച്ചം. അപ്പം താവോ ലോകത്തിലെ ഇന്നിപ്പോൾ വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു മതമായിട്ടോ ചിന്തയായിട്ടോ അധികം പേര് അറിയുന്നില്ലെങ്കിലും വാസ്തവത്തിൽ ഇത്രയേറെ തിരക്ക് നിറഞ്ഞ അറിവും കൃത്രിമ ബുദ്ധിയും ഒക്കെ ഇത്രയേറെ തിരക്കുള്ളതാക്കുന്ന ഈ ലോകത്തിൽ വ്യക്തികൾക്ക് സമാധാനവും സ്വസ്ഥവുമായിട്ട് ജീവിക്കാനായി ഏറ്റവും ഉപയോഗിക്കാവുന്ന ഒരു തത്വശാസ്ത്ര ചിന്തയാണ് താവോ എന്ന് പറയാം. അപ്പോൾ താവോ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നുണ്ട്, സൗമ്യമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു. പ്രപഞ്ചം ഒരു പ്രവാഹമാണ്, ഇറ്റ്സ് ആൻ ഇറ്റേണൽ ഫ്ലക്സ്. അതിലൂടെ ഒഴുകുക, വലിയ ബഹളങ്ങളൊന്നുമില്ലാതെ, മറ്റാർക്കും ശല്യമുണ്ടാവാതെ, പ്രകൃതിയുടെ ഊർജ്ജ പ്രവാഹത്തെ വലുതായിട്ട് തടയാതെ, തടസ്സപ്പെടുത്താതെ നിങ്ങൾ സൗമ്യമായി യാത്ര ചെയ്തു പോവുക എന്നുള്ളത് താവോയുടെ ഒരു ചിന്തയാണ്. നമ്മളിതുവഴി ജീവിച്ച് കടന്നു പോയതിന് എന്തെങ്കിലുമൊക്കെ തെളിവുണ്ടാക്കിയിരിക്കണം. ഒരു വീഡിയോ എങ്കിലും ചെയ്തിരിക്കണം, 2 പുസ്തകമെങ്കിലും എഴുതിയിരിക്കണം, 4 പ്രഭാഷണങ്ങളെങ്കിലും ചെയ്തിരിക്കണം. താവോ ഇതിന് അനുകൂലമേ അല്ല. നിങ്ങൾ ഇതുവഴി കടന്നു പോകുന്നത് വളരെ സൗമ്യതയോടെ ആയിരിക്കണം. നിങ്ങൾ ഇതുവഴി കടന്നു പോയതിൻ്റെ യാതൊരു ലക്ഷണവും അവശേഷിപ്പിക്കാതെ വേണം പോവാനായിട്ട്. കരിയിലകൾ വീണ ഒരു സർഫസിന് മുകളിൽ ഒരു ശബ്ദവും ഉണ്ടാകാതെ ശ്രദ്ധാപൂർവം നടന്നു പോകുന്ന ഒരു മനുഷ്യനെ പോലെ സൗമ്യനായി നിങ്ങൾ ഇതുവഴി കടന്നു പോയതിന് യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ യാത്രയാവണം. നദി മുറിച്ച് കടന്നയാൾ നദിയിൽ അയാൾ കടന്നു പോയതിൻ്റെ യാതൊരു അടയാളങ്ങളും ശേഷിപ്പിക്കുന്നില്ല. നിങ്ങളതിൽ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഒരോളവും തിരയും ഉണ്ടാകുന്നെങ്കിലും കാലെടുത്ത് മാറ്റിക്കഴിഞ്ഞ നിമിഷങ്ങൾക്കകം അത് നിങ്ങളുടെ യാതൊരു തെളിവും അവശേഷിപ്പിക്കുകയില്ല. അതുകൊണ്ട് താവോയിൽ ആയിരിക്കുക എന്ന് പറയുന്നതിന് വെള്ളം, ജലം, അതിൻ്റെ ഒരു വഴി താവോയുടെ ചിന്ത പറയുന്നുണ്ട്. എന്താണ്? നിങ്ങളൊരു ആയുധം കൊണ്ട് ഒരു നദിയിൽ വെള്ളത്തെ വെട്ടുക, യാതൊരു ശാഠ്യവുമില്ലാതെ നിങ്ങളുടെ ആയുധം അതിനുള്ളിലൂടെ കടന്നു പോകാൻ വെള്ളം അനുവദിക്കും. ഈ ആയുധം പുറത്ത് കടന്ന നിമിഷത്തിൽ നോക്കുക, ഈ ആയുധം കടന്നു പോയതിൻ്റെ യാതൊരു ലക്ഷണവും ഇല്ലാതെ വണ്ണം അത് പൂർണ്ണമായിട്ടുമായിരിക്കും. ജലത്തെപ്പോലെ ആയിരിക്കുക, സൗമ്യമായിരിക്കുക, ശാന്തമായിരിക്കുക, ബഹളങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുക. നിങ്ങളുടെ ശാഠ്യങ്ങളെയൊക്കെ അനുവദിച്ച് തരുന്ന ഈ പ്രപഞ്ച പ്രവാഹത്തിൽ ഓർക്കുക, തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ വെട്ടിയതിൻ്റെ, നിങ്ങൾ നടന്നതിൻ്റെ യാതൊരു അടയാളവും ശേഷിപ്പിക്കാത്ത ഒരു നദീപ്രവാഹം പോലെ അത്രയേറെ ലയമുള്ള ഒരു വെളിച്ചമായിട്ടാണ് താവോ നമ്മുടെ മനസ്സിൽ വരുന്നത്. ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും താവോയ്ക്ക് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള കാഴ്ചപ്പാട് ഉണ്ട്. ജലം താവോയുടെ വളരെ വലിയൊരു ഉദാഹരണമാണ്. അതിന് പറയുന്ന ഒരു ഉദാഹരണം കൂടി പറയാം. ഒരു കല്ലും വെള്ളവും തമ്മിലുള്ള താരതമ്യം. നിങ്ങളൊരു ആയുധം കൊണ്ട് കല്ലിനെ വെട്ടുക, കല്ലിന് അതിൻ്റെ പാടുണ്ടാകും, ആയുധത്തിൻ്റെ മൂർച്ച പോകാനും സാധ്യതയുണ്ട്. നിങ്ങളൊരു ആയുധം കൊണ്ട് വെള്ളത്തെ വെട്ടുക, ആയുധത്തിൻ്റെ മൂർച്ച പോവുകയില്ല, വെള്ളത്തിന് വിശേഷിച്ചൊന്നും സംഭവിക്കില്ല. അപ്പം കല്ലും വെള്ളവും കൂടെ എടുത്താൽ വെള്ളം പോലെ ആയിരിക്കുക എന്നുള്ളതാണ്. വെള്ളം നിരന്തരമായി കല്ലിൽ വീണുകൊണ്ടിരിക്കുന്നു, കല്ലിൽ ജലം പാടുകളുണ്ടാക്കും. എന്നാൽ നിങ്ങൾ കല്ല് വെള്ളത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുക, ഇട്ട് കഴിഞ്ഞെടുത്താൽ ആ കല്ല് വെള്ളത്തിലേക്ക് വീണതിൻ്റെ യാതൊരു പാടും അവശേഷിക്കുകയില്ല. ആരാണ് ശക്തിയുള്ളത്? കല്ലാണോ വെള്ളമാണോ? പലപ്പോഴും നമുക്ക് ബലം കൊണ്ടും ഭാരം കൊണ്ടും കല്ലാണെന്ന് തോന്നും. ഇല്ല, സൗമ്യത കൊണ്ട്, നൈരന്തര്യം കൊണ്ട് നിരന്തരമായി തുള്ളി തുള്ളി വീണാലും കല്ലിൽ പാടുണ്ടാക്കാൻ ജലത്തിന് കഴിയും. ജലമാണ് ശക്തമായിട്ടുള്ളത്. ഒരു വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ടെന്ന് കരുതുക. ആ കുഞ്ഞാണ് ആ വീട്ടിലെ ഏറ്റവും ശക്തിയുള്ള ആൾ. കുഞ്ഞൊന്ന് കരയുന്ന വിചാരിക്കുക, വീട്ടിലെ എല്ലാവരും പറയും കുഞ്ഞിൻ്റെ കരച്ചിൽ തീർക്കുക. കുഞ്ഞാണ് ആ വീട്ടിലെ ഏറ്റവും ബലമുള്ള ആൾ, ശക്തിയുള്ള ആൾ. അപ്പോൾ ഏറ്റവും ബലഹീനം എന്ന് കരുതുന്നതാണ് ഏറ്റവും ശക്തമായിട്ടുള്ളത്. ഏറ്റവും സൗമ്യമായിട്ടുള്ള, ഏറ്റവും ശാന്തമായിട്ടുള്ളതാണ് കൂടുതൽ ബലമായിട്ടുള്ളത്. അങ്ങനെ വ്യക്തിപരമായ ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വേണമെങ്കിൽ സമാധാനവും സന്തോഷവും കണ്ടെത്താനായിട്ട് നമ്മളെ സഹായിക്കാവുന്ന ഒരു ചിന്തയാണ്, ഒരു ദർശന പദ്ധതിയാണ്, ഒരു വെളിച്ചമാണ് താവോ. സന്തോഷം തേടുന്നവർക്ക് ഒരു ധ്യാനത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും വഴിയായിരിക്കട്ടെ താവോ. നമസ്കാരം.